How can we use even so? വെൽക്കം ടു എ ന്യൂ ലെസൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവൻ സോ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. എന്നിരുന്നാലും, അങ്ങനെയാണെങ്കിലും എന്ന തരത്തിലുള്ള വ്യത്യസ്തമായ അർത്ഥമാണ് ഇവൻ സോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇവൻ സോ എന്നതിൻ്റെ സിനോണിംസ് എന്ന് പറയുന്നത് ഹൗവർ അല്ലെങ്കിൽ നെവർത്തിലെസ് എന്നിവയൊക്കെയാണ്. ഉദാഹരണങ്ങളിലൂടെ ഇവയുടെ ഉപയോഗം നമുക്ക് മനസ്സിലാക്കാം. ഇവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും എന്നാണെന്ന് നമുക്കറിയാം. സാധാരണ നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ ഇവൻ ഉപയോഗിക്കാറുണ്ട്. ഹി ഡിഡിൻറ്റ് ഈവൻ സേ താങ്ക് യു. അവൻ എന്നോടൊരു നന്ദി പോലും പറഞ്ഞില്ല എന്നാണ്. ഹി ഡിഡിൻറ്റ് ഈവൻ സേ താങ്ക് യു. ഹി ഡിഡിൻറ്റ് ഈവൻ സ്പീക്ക് ടു മീ. അദ്ദേഹം എന്നോട് പോലും അല്ലെങ്കിൽ അവൻ എന്നോട് പോലും സംസാരിച്ചില്ല എന്നാണ്. ഹി ഡിഡിൻറ്റ് ഈവൻ സ്പീക്ക് ടു മീ. അല്പം അതിശയത്തോടു കൂടിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമ്മളെ സഹായിക്കാൻ ഇവൻ എപ്പോഴും കൂടെയുണ്ട്. ഈവൻ മൈ ഗ്രാൻഡ് മദർ ഈസ് ഓൺ ഫേസ്ബുക്ക്. എൻ്റെ മുത്തശ്ശി പോലും ഫേസ്ബുക്കിലുണ്ട് എന്ന അർത്ഥമാണ്. മുത്തശ്ശി പോലും എന്ന ഒരു അതിശയമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഹി വാസ് നോട്ട് ഈവൻ വില്ലിംഗ് ടു ലുക്ക് ബാക്ക് അറ്റ് ഹെർ. അവളെ തിരിഞ്ഞു നോക്കാൻ പോലും അയാൾ തയ്യാറായില്ല എന്നാണ്. ഹി വാസ് നോട്ട് ഈവൻ വില്ലിംഗ് ടു ലുക്ക് ബാക്ക് അറ്റ് ഹെർ. അപ്പോൾ ഇവൻ എന്നതിൻ്റെ ഉപയോഗം സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മണി ക്യാൻ ചേഞ്ച് ഈവൻ ഗോഡ്. അതായത് പണത്തിന് ദൈവത്തെ പോലും മാറ്റാൻ കഴിയും എന്നാണ്. അങ്ങനൊന്നുമില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവൻ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സ്പ്രഷൻ സ്പോക്കൺ ഇംഗ്ലീഷിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൂടുതൽ സെൻറ്റൻസുകൾ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവൻ സോ എന്നതിൻ്റെ ഉപയോഗം പരിശോധിക്കാം. ഇതിൻ്റെ അർത്ഥം എന്നിരുന്നാലും, അങ്ങനെയാണെങ്കിലും എന്നൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഇറ്റ് വാസ് റെയിനിങ് ബട്ട് ഈവൻ സോ വി ഹാഡ് ടു ഗോ ഔട്ട്. അതായത് മഴ പെയ്യുകയായിരുന്നു, എന്നിരുന്നാലും ഞങ്ങൾക്ക് പുറത്തു പോകേണ്ടി വന്നു എന്നതാണ്. അതായത് പുറത്തു പോകുക എന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മഴ പെയ്യുന്നത് ഒരു കാര്യമാക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ പ്രകടിപ്പിക്കാനാണ് ഇവൻ സോ ഉപയോഗിക്കുന്നത്. ഹി ഹാഡ് എ ടെറിബിൾ ഹെഡേക്ക് ബട്ട് ഈവൻ സോ ഹി വെൻറ്റ് ടു ദ ഓഫീസ്. അതായത് അദ്ദേഹത്തിന് കടുത്ത തലവേദന ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിലും അദ്ദേഹം ഓഫീസിലേക്ക് പോയി എന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഹാഡ് എ ടെറിബിൾ ഹെഡേക്ക് ബട്ട് ഈവൻ സോ ഹി വെൻറ്റ് ടു ദ ഓഫീസ്. ഷീ ഈസ് ലൗഡ് ആൻഡ് അൺഫ്രണ്ട്ലി ഈവൻ സോ ഐ ലൈക്ക് ഹെർ. അതായത് അവൾ ഉച്ചത്തിൽ സംസാരിക്കുകയും എന്നാൽ സൗഹൃദപരമായ രീതിയിൽ പെരുമാറുകയും ചെയ്യാത്തവളുമാണ്. അതായത് വലിയ സൗഹൃദമൊന്നും കാണിക്കാറില്ല, എന്നിരുന്നാലും എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നാണ്. ഷീ ഈസ് ലൗഡ് ആൻഡ് അൺഫ്രണ്ട്ലി ഈവൻ സോ ഐ ലൈക്ക് ഹെർ. മറ്റൊരു ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഐ ഡിഡിൻറ്റ് ഗെറ്റ് എ പ്രൊമോഷൻ ബട്ട് ഈവൻ സോ ഐ ആം ഹാപ്പി അറ്റ് മൈ ലൈഫ്. അതായത് എനിക്ക് പ്രൊമോഷനൊന്നും ലഭിച്ചില്ല, ഓഫീസിൽ സ്ഥാനക്കയറ്റമൊന്നും ലഭിച്ചില്ല, എന്നിരുന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകുന്നു എന്ന അർത്ഥത്തിലാണ്. ഐ ഡിഡിൻറ്റ് ഗെറ്റ് എ പ്രൊമോഷൻ ബട്ട് ഈവൻ സോ ഐ ആം ഹാപ്പി അറ്റ് മൈ ലൈഫ്. ഐ ടോൾഡ് ഹിം എവറിഥിങ് ഈവൻ സോ ഹിസ് ഡൗട്ട്സ് ആർ നോട്ട് ഓവർ ഇറ്റ്. ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സംശയം തീരത്തക്ക വിധത്തിൽ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിലും അവൻ്റെ സംശയങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ തീർന്നിട്ടില്ല എന്ന അർത്ഥമാണ്. ഇനി നമുക്ക് ഇതേ ആശയം ഹൗവർ ഉപയോഗിച്ചുകൊണ്ടും പറയാൻ കഴിയും. ഐ ടോൾഡ് ഹിം എവറിഥിങ് ഹൗവർ ഹിസ് ഡൗട്ട്സ് ആർ നോട്ട് ഓവർ ഇറ്റ്. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ്, എന്നിരുന്നാലും അവൻ്റെ സംശയം ഇതുവരെയും തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. ഇനി നമുക്ക് നെവർത്തിലെസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് പരിശോധിക്കാം. ഹി വാസ് വെരി ടയർഡ് നെവർത്തിലെസ് ഹി വെൻ്റ് ഓൺ വാക്കിംഗ്. അവൻ വളരെ ക്ഷീണിതനായിരുന്നു, എന്നിരുന്നാലും അവൻ നടക്കുകയായിരുന്നു എന്നാണ്. ഹി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ ഹൗവർ ഹാർഡ് ഇറ്റ് ഈസ്. അതായത് എത്ര കഠിനമാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയും എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമെന്ന് പറയുന്നത് ഹി വാസ് വെരി ടയേർഡ് എന്ന സെൻറ്റൻസ് നെഗറ്റീവാണ്. അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്നത് നെവർത്തിലെസ് ആണ്. എന്നാൽ ഹി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നത് ഒരു പോസിറ്റീവായ സെൻറ്റൻസാണ്. അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്നത് ഹൗവർ ആണ്. അതായത് നെവർത്തിലെസ് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പറഞ്ഞതിന് ശേഷമാണ് പോസിറ്റീവായ കാര്യം ഉപയോഗിക്കുന്നത് എന്നതാണ്. എന്നാൽ ഹൗവർ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവായ കാര്യം ആദ്യം പറഞ്ഞതിന് ശേഷമാണ് നെഗറ്റീവായ കാര്യം പറയുന്നത് എന്നതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. However, one who knows the meaning of both will understand.
എന്നിരുന്നാലും ഇവ രണ്ടിൻ്റെയും അർത്ഥമറിയാവുന്ന ഒരാൾക്ക്, അതായത് നെവർത്തിലെസിൻ്റെയും ഹവറിൻ്റെയും അർത്ഥമറിയാവുന്ന ഒരാൾക്ക് അവരുടെ മുമ്പിൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവൻ സോ, നെവർത്തിലെസ്, ഹവർ തുടങ്ങിയവ നിങ്ങളുടെ ഭാഷയുടെ ഭാഗമാക്കി മാറ്റുകയും പുതിയ ആശയങ്ങളിലൂടെ പുതിയ സെൻറ്റൻസുകൾ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.